ബാക്ക് ടു മൈ ചാനൽ കർക്കിടക സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏലാതി ചൂർണത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഏലാതി ചൂർണം, ഏലാതി ഗണചൂർണം അങ്ങനെ പല പേരിൽ ഇപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെയും വൈദ്യരത്നത്തിൻ്റെയും നാഗാർജുനയുടെയും എല്ലാവരുടെയും ബ്രാൻഡിൽ ഈ പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ, അതുപോലെ മോക്കുരു വന്ന പാട്, ഡാർക്ക് സ്പോട്ടുകൾ ഇതെല്ലാം മാറാനായിട്ട് ഏലാതി ചൂർണം പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിൻ കണ്ടീഷനായ സെബോറിൻ ഡെർമറ്റൈറ്റിസ് ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഇത് എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് ഏലാതി ചൂർണം പാല്, തൈര് അല്ലെങ്കിൽ മോര് ഇവയോടൊപ്പം ത്രിഫലയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷനിനനുസരിച്ച് വേണമെങ്കിൽ തക്കാളി ജ്യൂസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്, വെള്ളരിക്കയുടെ നീര് ഇതിലൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏലാതി ചൂർണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിൽ ഇത് ഉപയോഗിക്കാമെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഏലാതി ചൂർണം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കിന്നിൽ ഒന്ന് ആവി പിടിച്ചു കൊടുക്കുകയാണ്. ആര്യവേപ്പിൻ്റെ ഇലയാണ് ഞാനിവിടെ ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എങ്കിൽ വെറുതെ ആയാലും ആവി പിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നല്ലോണം ആവി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആവി പിടിച്ചിട്ടുണ്ട്. അപ്പം ആവി പിടിച്ച് വന്ന് ഇനി നമ്മൾ ഓയിൽ മസാജാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏലാതി കേര തൈലമോ ഏലാതി തൈലമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏലാതി തൈലം എന്ന് പറയുമ്പോൾ എള്ളെണ്ണ ആയിരിക്കും അതിൻ്റെ ബേസ്. കേര തൈലം എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലാണ് ബേസ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെളിച്ചെണ്ണയായാലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ സീരീസിൽ ആദ്യമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ. ഞാൻ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഫേസിൽ മാത്രമേ ഇന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതാ നല്ല റെഡ് കളർ ഓയിലാണ്. ഒന്ന് വാം ചെയ്യുക കയ്യിൽ വെച്ച് തന്നെ. ഈ ഓയിൽ ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ അല്ലേ. അത് ഹെൽത്തിയായി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ അതിൻ്റെ കളറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ഏത് സ്കിൻ ടോണാണോ ആ സ്കിൻ ടോണിലുള്ള നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടോ ഒന്നും ഇല്ലാതെ കുറച്ച് നല്ല രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കളറും എല്ലാ കാര്യങ്ങളും പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ വഴിയൊന്നും നമുക്ക് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തെടുക്കാനൊന്നും സാധിക്കുന്നതല്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു പാക്ക് ഏതായാലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഏതൊരു പാക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ സ്കിന്ന് പലപ്പോഴും നല്ല രീതിയിൽ ഇപ്പോഴത്തെ പൊല്യൂഷനും എല്ലാം കാരണം സൺടാനും എല്ലാം കാരണം നല്ല രീതിയിൽ ഡിമ്മായിട്ടുണ്ടാകും. നമ്മുടെ നാച്ചുറൽ കളർ എന്താണോ അതിനേക്കാൾ ഒരു 1, 2, 3 ഷെയ്ഡോളം ഡിമ്മായിട്ടുണ്ടാകും. ഇതുപോലുള്ള സ്കിൻ കെയറുകൾ വഴി നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോൺ എന്താണോ അത് നമുക്ക് പഴയ രീതിയിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. ആയുർവേദത്തിൽ തന്നെ വർണ്ണ്യം എന്നൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. വർണ്ണ്യം എന്നാൽ നമ്മുടെ വർണ്ണത്തെ എൻഹാൻസ് ചെയ്യിക്കുന്നത് എന്നാണ്. വർണ്ണ്യമായ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിൽ പെടുന്നതാണ് ഏലാതി ഗണം. ഗണം മീൻസ് ഒരു ഗ്രൂപ്പ് എന്നാണ്. ഈ ഏലാതി ചൂർണത്തിൽ കുങ്കുമം, പേള്, പട്ട, ഗ്രാമ്പു, നാഗകേസരം, കുഷ്ഠ പോലുള്ള 27ഓളം മരുന്നുകളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ഗ്രൂപ്പാണ് ഏലാതി ചൂർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏലാതി ചൂർണം ഈ ഒരൊറ്റ ഇത് വെച്ചിട്ട് നമുക്ക് 27 മരുന്നുകളുടെയും ഫലം നമുക്ക് കിട്ടുകയാണ്. ഞാനിത് ഓയിൽ മസാജിന് ശേഷം ഞാൻ ഓയിൽ റിമൂവ് ചെയ്യുന്നത് ആവി പിടിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ ഒരു ഓയിൽ മസാജിന് ശേഷം ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി പിടിച്ച എക്സസ് ആയിട്ടുള്ള ഓയിൽ കളയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ നല്ലോണം ആവി പിടിച്ചതിന് ശേഷം ടിഷ്യൂ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഞാനിവിടെ തുടച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ പോന്നിട്ടുണ്ട്. എൻ്റെ സ്കിൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഗ്ലോയും ഒക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇന്ന് പാക്കിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഏലാതി ചൂർണം 1 സ്പൂണും 1/2 സ്പൂൺ ത്രിഫല ചൂർണവും തൈരിൽ മിക്സ് ചെയ്തിട്ടാണ്.
ത്രിഫല ചൂർണം മീൻസ് അറിയാലോ, 3 ഫലങ്ങളെന്നാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നിവയൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്. ഇതും നല്ല രീതിയിൽ നമ്മുടെ സൺ ടാൻ കുറയ്ക്കാനായിട്ട്, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട്, നമ്മുടെ മുഖത്ത് വരുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കുറയ്ക്കാനായിട്ട് ഒക്കെ ഇതും വളരെയധികം ഹെൽപ്പ് ചെയ്യും. തൈരും ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ്സോളം വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഡ്രൈ ആകാനായിട്ട് നിൽക്കരുത്. അതിനുശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തേക്കുകയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ കുങ്കുമാതി ഓയിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. നിങ്ങളിത് ആഴ്ചയിൽ ഒരു 2 to 3 ടൈംസ് ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു 1 മന്ത് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കർക്കിടകം സീരീസിലെ മറ്റ് വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.